Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കണം എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, അങ്ങനെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ചില ആളുകൾ ഉണ്ടായിരിക്കും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന, എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് യാതൊരുവിധ പ്രയോറിറ്റിയും നൽകാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയുള്ള അല്ലെങ്കിൽ അങ്ങനെ സ്വഭാവമുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നേരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഒരു ടിപ്പാണിത്. അതായത് ആ വ്യക്തി നിങ്ങളെ വിളിച്ചില്ല അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യില്ല, നിങ്ങളെ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ 2-3 ദിവസം മാറി നിന്നു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായി നിങ്ങൾക്ക് ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം നമ്മളിലേക്ക് വരാം. എന്നാലും ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ചെയ്യില്ല, കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എല്ലാവരും. എന്നാൽ ഇങ്ങനെ ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു മിസ്സിംഗ് ഫീൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ച് ആ വ്യക്തി 1-2 ദിവസം കഴിഞ്ഞ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാഞ്ഞത് എന്ന രീതിയിൽ ചോദിക്കരുത്. ബിക്കോസ് നിങ്ങളത് ചോദിക്കാതെ തന്നെ പറയേണ്ട കാര്യമാണ്, എന്നാലും നിങ്ങളത് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാതിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വരും, എന്തുകൊണ്ടാണ് അത് ചോദിക്കാതിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ വൈ എന്നുള്ളൊരു ചോദ്യം അവർ അവരോട് തന്നെ ചോദിക്കും എന്നുള്ളതാണ്. സോ ഒന്നാമതായി നിങ്ങളുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമാണിത്. അതായത് എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്, എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നോട് പറയാത്തത്, ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് എന്തുകൊണ്ട് നൽകുന്നില്ല അല്ലെങ്കിൽ നൽകിയില്ല എന്നുള്ള ചോദ്യം ഒരിക്കലും അവരോട് ചോദിക്കാതിരിക്കുക. ഇനി രണ്ടാമതായി, നിങ്ങൾ ഒരിക്കലും ഒരു സംഭാഷണം തുടങ്ങുന്നതിനായി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായി ഒരു മുൻകൈ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ സംസാരിക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായി ആദ്യം പോയിന്റ് പറഞ്ഞ പോലെ തന്നെ അവരിൽ ഒരു ക്യൂരിയോസിറ്റി വരും, അവർ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. സോ ഇതിൽ തന്നെ അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷെ 1-2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരുമായിട്ട് ഇനീസിയേഷൻ എടുക്കരുത്, നിങ്ങൾ ആദ്യം പോയിട്ട് സംസാരിക്കരുത്. ഇൻ കേസ് അവരെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് ഷോർട്ടായിട്ട് റിപ്ലൈ മാത്രം നൽകുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങളെ കുറിച്ചുള്ള ഒരു മിസ്സിങ് അവരിൽ വരുത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇനി മൂന്നാമതായി, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് എന്നൊരു ചിന്താഗതി അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതായത് വിത്തൗട്ട് ഹിം, അവരില്ലാതെ തന്നെയും നിങ്ങൾ വളരെ ഹാപ്പി ആണെന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് നേരത്തെ പറഞ്ഞ ആ 2 പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി അവർക്ക് ഉണ്ടായിക്കോളും. മാത്രമല്ല നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള മെസ്സേജുകളൊന്നും അവർക്ക് നൽകാതിരിക്കുക. അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യത്തിന് ഇടിവ് തട്ടുക. അതായത് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല, അല്ലെങ്കിൽ അവരില്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ വളരെ മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് മെസ്സേജ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജാണ് അവർക്ക് പോവുക. നെഗറ്റീവ് മെസ്സേജ് അല്ല, അങ്ങനെ ഒരു മെസ്സേജ് അവർക്ക് പോകും. സോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാകണം എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നമ്മുടെ ലൈഫിനെ ജസ്റ്റ് ഒന്ന് ഒരു ബിസി ഷെഡ്യൂൾ ആക്കി മാറ്റി കഴിഞ്ഞാൽ മതി. ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, ആ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുക. അതുപോലെ തന്നെ പുറത്ത് ഫ്രണ്ട്സുമായിട്ട് പോവുക, ഫാമിലി മെമ്പേഴ്സുമായിട്ട് പോവുക, എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠനത്തിൽ ഏർപ്പെടുക, അതല്ലെങ്കിൽ വർക്കിൽ ഏർപ്പെടാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നും നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ നിന്നും ആ ഒരു ചിന്തകളിൽ നിന്നും നമ്മുടെ ആ ഒരു തോട്ടിനെ ബാക്കിലോട്ട് എടുത്ത് മറ്റൊരു കാര്യത്തിലേക്ക് ആ ഒരു തോട്ട് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ മിസ്സിങ് ഫീൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് ഇവൻ വിത്തൗട്ട് ഹിം ഓർ വിത്തൗട്ട് ഹെയർ എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, ഉദാഹരണത്തിന് 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം, എന്തായിരുന്നു, എവിടെയായിരുന്നു, പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ ശ്വാസം മുട്ടിക്കും. അത് മാത്രമല്ല ഒരു പരാതി പറയുന്ന പോലെയോ അല്ലെങ്കിൽ വളരെയധികം ഒരു പിണങ്ങുന്ന രീതിയിലൊക്കെ സംസാരിക്കും. മാത്രമല്ല അതുവരെ അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് പറയും എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിന് ഉത്തരം നൽകുക. അതല്ലാതെ ആ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു
സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ സംസാരിക്കാതിരുന്ന, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളായിട്ട് അങ്ങോട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവരിൽ നിങ്ങളെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും നിങ്ങളെക്കുറിച്ച് ഒരു മിസ്സിംഗ് ഉണ്ടാക്കാനും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള ആ ഒരു കൗതുകം ഉണ്ടാക്കാനും നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു കാര്യം. നോർമലി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളടുത്ത് ചെയ്തു, എന്നാൽ വീണ്ടും ഇതേ കാര്യം ചെയ്യാറില്ല. ലൈക്ക് ഇപ്പോൾ 1-2 ദിവസം നിങ്ങളടുത്ത് സംസാരിക്കാതിരുന്നു, നിങ്ങളടുത്ത് കോണ്ടാക്ട് ചെയ്യാതിരുന്നു, എന്നാൽ ആ 2 ദിവസത്തിന് ശേഷം അവർ നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിക്കാൻ വരുന്ന സമയത്ത് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യിപ്പിക്കും. അത് മാത്രമല്ല, നിങ്ങളടുത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാകും. ഇതേ കാര്യം പിന്നീട് അവർ ഒരിക്കലും ചെയ്യാറില്ല. എന്നാൽ ജെന്യൂൻ അല്ലാത്ത അല്ലെങ്കിൽ ഒരു ടൈം പാസ് ഒക്കെ ആയിട്ട് പ്രണയിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ വീണ്ടും വീണ്ടും അവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട, ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു വ്യക്തി, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കുന്ന സമയത്ത്, ആ ഒരു ഭാഗത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു, ആ ഒരു ലൈഫിന്റെ തന്നെ ഒരു ചെറിയ ഭാഗമായി മാറുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റ് പല മേഖലകളെയും ബാധിക്കും. ഒരു പക്ഷേ കരിയറിനെ ബാധിക്കുന്ന ആളുകളുണ്ട്, പേഴ്സണലി തന്നെ മാനസികമായിട്ട് ബാധിക്കുന്ന ആളുകളുണ്ട്. സോ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. എങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറാനും ട്രൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സോ ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഒരു വ്യക്തിയിൽ നമുക്ക് മിസ്സിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണോ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്